ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനക്ഷമത എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും കുറച്ചുകൂടി ഭംഗിയായ ഔട്ട്പുട്ടുകൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതിനായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്രൊഡക്ടിവിറ്റി എന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഫലവത്തായ റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ചെയ്തു തീർക്കുന്നതിനാണ് പ്രൊഡക്ടിവിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായ രീതിയിൽ നമുക്ക് ചെയ്തു തീർക്കാം. ആദ്യം തന്നെ ഞാൻ ചെറിയൊരു പ്രിൻസിപ്പിൾ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അതിന് പറയുന്ന പേരിതാണ് 80-20 റൂൾ അല്ലെങ്കിൽ പാരറ്റോസ് റൂൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് 80-20 റൂൾ? നാം ചെയ്യുന്ന 20 കാര്യങ്ങളായിരിക്കും 80% റിസൾട്ട് നമുക്ക് തരുന്നത്. മറ്റുള്ള 80 കാര്യങ്ങൾ നാം ചെയ്യുന്നത് വഴി നമുക്ക് 20% റിസൾട്ട് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ട സുപ്രധാനമായ കാര്യം. ഇനി പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാനായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന 7 കാര്യങ്ങളെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ എന്നാണ് പറയുന്നത്. പദ്ധതി തയ്യാറാക്കാൻ പരാജയപ്പെടാൻ പദ്ധതി തയ്യാറാക്കിയതിന് തുല്യമാണ്. നിങ്ങൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 1 ഇതാണ്: പ്ലാൻ. കൃത്യമായി ഒരു പദ്ധതി ഒരുക്കുക. എങ്ങനെയാണ് ഒരു ദിവസം നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ഒരു പദ്ധതി ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സഹായകരമാകുന്ന ഒന്നാമത്തെ ഘടകം. എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ കാര്യം കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനായി ഉള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് നിങ്ങളുടെ ലോങ് ടേമിലെ ഗോളെന്നും എന്തൊക്കെയാണ് നിങ്ങളുടെ ഷോർട്ട് ആയിട്ടുള്ള ഗോളുകളെന്നും ശ്രദ്ധിക്കുക. നിങ്ങളൊരു ലോങ് ടേമിലേക്കുള്ള ഗോള് ഉള്ള വ്യക്തിയാണെങ്കിൽ ആ ഗോളിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലെ ചെറിയൊരു കാര്യം ചെയ്യുന്നതും ലോങ് റണ്ണിൽ നിങ്ങൾക്ക് വലിയ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കി തരാൻ സഹായകരമാകും. അതുകൊണ്ട് ലോങ് ടേമിലെ ഗോളും ഷോർട്ട് ടേമിലെ ഗോളും കൃത്യമായി കൺസിഡർ ചെയ്തതിനു ശേഷം ഒരു പദ്ധതി ഒരുക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഉപകാരപ്രദമാവും. രണ്ടാമതായി, സെറ്റ് എ റുട്ടീൻ. കൃത്യമായ ഒരു റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ടത്. എല്ലാ ദിവസത്തിനും കൃത്യമായ ഒരു ചിട്ടയോടുകൂടിയുള്ള റുട്ടീൻ ഉണ്ടാക്കുക. രാവിലെ എത്ര മണിക്ക് എണീക്കണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും ശരി, അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നാം ചെയ്യാൻ പോകുന്നത് എന്നുള്ള പ്ലാൻ തയ്യാറാക്കുന്നതിലാണെങ്കിലും ശരി, മറ്റെല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടയുണ്ടാക്കുക. കാരണം ഈ ചിട്ട തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിനെ ആ ചിട്ടയുമായി കൃത്യമായി താതാത്മ്യം പ്രാപിക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവനും ശക്തമായ രീതിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോഴും ക്ഷീണമൊന്നും തന്നെ ഉണ്ടാവുകയില്ല. റുട്ടീൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഉദാഹരണത്തിന്, ഒരു റുട്ടീനിലാണ് ഞാൻ പോകാറുള്ളതെങ്കിൽ പലപ്പോഴും എനിക്ക് ക്ഷീണം ഉണ്ടാവാറില്ല. എന്നാൽ എൻ്റെ റുട്ടീൻ തെറ്റുന്ന സമയങ്ങളിലൊക്കെ തന്നെ എനിക്ക് അല്പം ക്ഷീണം ഉണ്ടാവാറുണ്ട്. ഒരു റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ്. രാവിലെ ഏത് സമയത്ത് എണീറ്റ് ഏത് സമയത്ത് കിടക്കണം എന്നുള്ളൊരു പ്ലാൻ തയ്യാറാക്കുന്നതിനോടൊപ്പം അതൊരു ശീലമാക്കി മാറ്റി ഒരു റുട്ടീനാക്കി മാറ്റുന്നത് വഴി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. പ്രൊഡക്ടിവിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവ കൂടുതൽ ചെയ്യണമെന്ന് നാം സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: പ്രയോറിറ്റൈസ്. ഏതൊക്കെ കാര്യങ്ങൾ ആദ്യം ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ രണ്ടാമത് ചെയ്യണം എന്നിങ്ങനെയുള്ള ഒരു ഓർഡർ ഉണ്ടാക്കുന്ന ശീലം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 100 കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് റാങ്ക് നമ്പർ 1ഉം ഏറ്റവും അപ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് റാങ്ക് നമ്പർ 100ഉം കൊടുക്കുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്യുക. ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാവില്ല. മറിച്ച് കുറേയേറെ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ജോലികളെയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതേത്, അതിനുശേഷമുള്ളതേത് എന്നിങ്ങനെ സ്ഥിരമായി ലിസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഒരു കൂട്ടം ജോലികൾ ചെയ്യാൻ വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഏതാണെന്നും തുടർന്ന് ചെയ്യേണ്ടത് ഏതാണെന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. എന്താണ് ഒരു സാധാരണ എംപ്ലോയിയും നല്ല പ്രൊഡക്റ്റീവായ ഒരു എംപ്ലോയി തമ്മിലുള്ള വ്യത്യാസം? പലപ്പോഴും സാധാരണ എംപ്ലോയി ചെയ്തു തുടങ്ങുന്ന വർക്കുകളായിരിക്കില്ല പ്രൊഡക്റ്റീവായ എംപ്ലോയി ചെയ്തു തുടങ്ങുന്നത്. കാര്യം അദ്ദേഹത്തിന് ഈ മനുഷ്യനറിയാത്ത ഒരു കാര്യം അറിയാം: ഏത് കാര്യം ചെയ്താലാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുന്നത്, ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കാനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക് പ്രയോറിറ്റൈസേഷൻ ആണ്. ഇപ്പോൾ തന്നെ ഒരു പേപ്പർ
പേപ്പറും പെന്നും എടുത്ത് ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതി വെക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഏതാണ്, അൺഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഏതാണ്, ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കൂ, ഒന്ന് റാങ്ക് ചെയ്യൂ. ഇത് പ്രയോറിറ്റൈസേഷൻ എന്ന ടെക്നിക് പഠിക്കാനായി തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നാലാമതായിട്ട് ടേക്ക് ബ്രേക്സ് അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകൾ എടുക്കുക. കാരണം ഇടവേളകൾ അനിവാര്യമായ ഒരു ഘടകമാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആവും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് കൃത്യമായി ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാൽ ഇൻ ബിറ്റ്വീൻ ചില ബ്രേക്കുകൾ എടുക്കാൻ തയ്യാറാവുക. നിങ്ങൾ ഓഫീസിലാണെങ്കിൽ ഇരിക്കുന്ന ടേബിളിൽ നിന്നും ഒന്ന് എണീറ്റ് ഒന്ന് കറങ്ങി 2 റൗണ്ട് നടന്നിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഒന്ന് ഉഷാറാവാൻ അത് സഹായകരമാകും. കൃത്യമായ ബ്രേക്കുകൾ ഏതൊരു ജോലിക്കും അനിവാര്യമാണ്. ബ്രേക്ക് എടുക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സൊന്ന് ഫ്രീ ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന പോലെയാണ് ജോലികൾക്കിടയിലുള്ള ഒരു ചെറിയ ബ്രേക്ക്. അഞ്ചാമതായി നമുക്ക് പലപ്പോഴും കൺഫ്യൂസിംഗ് ആയ ഒരു കൂട്ടം വർക്കുകൾ വരാറുണ്ട്. ഈ കൺഫ്യൂസിംഗ് ആയ വർക്കുകൾ വരുമ്പോൾ നാം അഡോപ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജിയാണ് അഞ്ചാമത്തെ പോയിന്റ്. ഇറ്റ്സ് കോൾഡ് 4D റൂൾ. എന്തൊക്കെയാണ് 4Ds? നമ്പർ 1, ഡു ഇറ്റ്. നമുക്കൊരു ജോലി വന്നാൽ അത് ചെയ്യാം എന്ന് തീരുമാനിക്കാം. 2, ഡേറ്റ് ഇറ്റ്. ഇന്ന് ചെയ്യുന്നില്ല, മറ്റേതെങ്കിലും ഒരു തീയതിയിൽ ചെയ്യാം എന്നുള്ള തീരുമാനം എടുക്കാം. നമ്പർ 3, ഡെലിഗേറ്റ് ഇറ്റ്. മറ്റൊരാളെ ഏൽപ്പിച്ച് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ആൻഡ് നമ്പർ 4, ഡിസ്കാർഡ് ഇറ്റ്. ആ ജോലി ചെയ്യുന്നില്ല എന്ന് തീരുമാനം എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നാം ആ ജോലി പിന്നീട് ഏതെങ്കിലും സമയത്ത് ചെയ്യാം എന്നുള്ളൊരു തോന്നലിൽ അത് മാറ്റിവെക്കുകയും അങ്ങനെ മാറ്റിവെക്കുന്നത് വഴി ആ ജോലി ചെയ്തു തീർക്കാനുണ്ടല്ലോ എന്ന് മനസ്സിൽ തോന്നുകയും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ വൃത്തിയായി ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ 4D റൂൾ നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ജോലികളെ മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തീർച്ചയാണ്. 4D റൂളും പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന അതിമനോഹരമായ ഒരു ടെക്നിക്കാണ്. ആറാമതായി നാം ചെയ്യേണ്ട കാര്യം ഗെറ്റ് ട്രെയിൻഡ്. കൂടുതൽ പരിശീലനങ്ങൾ നേടുക. നാം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ മികവ് വരുത്താനായി നാം കുറച്ചുകൂടി പരിശീലനം ആർജിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നാം പല കാര്യങ്ങളിലും എക്സ്പെർട്ടൈസ് ഉണ്ടാക്കാനായി പരിശീലനങ്ങൾ സഹായിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഒരു ട്രെയിനിങ് ഇവന്റിലൂടെയോ സ്വന്തമായി ഗൂഗിളിൽ നോക്കിയോ അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ് കണ്ടുകൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചോ ഒക്കെ തന്നെ നമുക്ക് ട്രെയിൻഡായി മാറാൻ സാധിക്കും. നാം എങ്ങനെയൊക്കെ നമ്മുടെ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാം, നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് എങ്ങനെ കൂട്ടാം, ക്രിട്ടിക്കലായി കാര്യങ്ങളെ അവലോകനം ചെയ്യുന്ന സ്കിൽ എങ്ങനെ കൂട്ടാം, എങ്ങനെ പ്രോബ്ലംസിനെ കൃത്യമായി സോൾവ് ചെയ്യാം, എങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ഇത്തരത്തിൽ ഏതൊക്കെയാണോ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വേണ്ട ലൈഫ് സ്കില്ലുകൾ, എന്തൊക്കെയാണോ ജോലിയുമായി വേണ്ടി വരുന്ന ടെക്നിക്കൽ സ്കിൽസ്, ഇവയൊക്കെ തന്നെ പരിശീലനത്തിലൂടെ ഡെവലപ്പ് ചെയ്യാനായുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ നിങ്ങളെ സഹായിക്കുന്ന ആറാമത്തെ ടെക്നിക്. ഏഴാമതായി നാം ചെയ്യേണ്ടത്, നമുക്കറിയാം ഇത് IT യുഗമാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ടെക്നോളജിക്കലായിട്ടുള്ള നമ്മുടെ അറിവുകൾക്കും അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട്. ഏതൊരു ജോലിയാണെങ്കിലും ആ ജോലിയിൽ ടെക്നിക്കലായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ കാണാം. നിങ്ങളൊരു ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ എക്സലിലെ ചില ടെക്നിക്സും ചില ടിപ്സും ഒക്കെ പഠിക്കുന്നത് തീർച്ചയായും ഒരുപാട് സമയത്തെ ലാഭിക്കാനും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ജോലികളൊക്കെ തന്നെ ചെയ്തു തീർക്കാനായുള്ള സമയം കണ്ടെത്താനും അവ സഹായിക്കും. ടെക്നോളജിക്കലായിട്ടുള്ള സ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അവ ഡൗൺലോഡ് ചെയ്ത് അവ ഉപയോഗിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് തീർച്ചയായും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ്. നാം വർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ടെക്നോളജി ഇടപെടലുകൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ട്. അവയിലൊക്കെ തന്നെ ടെക്നോളജിക്കലി നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഉപകാരപ്രദമായി അത് മാറുന്നതാണ്. ഇത്തരത്തിൽ 7 കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇന്നുള്ളതിൻ്റെ 100 മടങ്ങായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന 7 കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുകയാണ്. നമ്പർ 1, മേക്ക് എ പ്ലാൻ. കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ ജോലികൾ ചെയ്യാനായി തയ്യാറാവുക. നമ്പർ 2, എസ്റ്റാബ്ലിഷ് എ റുട്ടീൻ. കൃത്യമായ ഒരു റുട്ടീൻ ഓരോ ദിവസത്തിനും ഉണ്ടാക്കുക. അത് നമ്മുടെ ഹാബിറ്റാക്കി മാറ്റാനായി തയ്യാറാവുക. സ്റ്റെപ്പ് നമ്പർ 3, പ്രയോറിറ്റൈസ്. ഏതൊക്കെ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് രണ്ടാമത് ചെയ്യേണ്ടത്, അത്തരത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യാനായി തയ്യാറാവുക. സ്റ്റെപ്പ് നമ്പർ 4, കൃത്യമായി ബ്രേക്കുകൾ എടുക്കുക. ഇടവേളകൾ തീർച്ചയായും നമ്മളെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യമാണ്. സ്റ്റെപ്പ് നമ്പർ 5, അഡോപ്റ്റ് 4D പ്രിൻസിപ്പിൾ. ഡു ഇറ്റ്, ഡേറ്റ് ഇറ്റ്, ഡെലിഗേറ്റ് ഇറ്റ് ഓർ ഡിസ്കാർഡ് ഇറ്റ്.
സ്റ്റെപ്പ് നമ്പർ 6, ഗെറ്റ് ട്രെയിൻഡ്. കൃത്യമായി വേണ്ട ഏരിയകളിൽ പരിശീലനം നേടിയെടുക്കാൻ തയ്യാറാവുക. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 7, ഗെറ്റ് അപ്ഡേറ്റഡ് വിത്ത് ടെക്നോളജി. പുതിയ പുതിയ ടെക്നോളജികൾ പഠിക്കാനും അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാനായി ഉപയോഗിക്കാനും തയ്യാറാവുക. ഈ 7 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാനും അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം ജീവിതത്തിൽ സമ്പാദിക്കുവാനും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ തൊട്ടു താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തൊട്ടു താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. Thank you for watching this video. Wishing you all the very best. NK signing off.